ഇനിയാണ് വിശുദ്ധ ഖുർആനിൽ ഈ പറയുന്ന നിയമം അവിവാഹിതരായ ആളുകൾക്ക് മാത്രമാണിത് ബാധകം. 100 അടി അടിക്കുക എന്നുള്ള ശിക്ഷ അവർക്കുള്ളതാണ്. എന്നാൽ വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? ഇസ്ലാമിൽ വ്യഭിചാരക്കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സംശയത്തിനും പഴുതില്ലാത്ത നിലക്ക് അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം വരെ ഒരാളെ എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടുന്ന് ഒരു നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് മറക്കരുത്. 4ഓളം സംഭവങ്ങൾ പ്രവാചക കാലഘട്ടത്തിൽ തന്നെ വിധി പറഞ്ഞ് ഈ രൂപത്തിലുള്ള എറിഞ്ഞു കൊല്ലൽ വിധിക്കപ്പെടുകയും അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നമുക്കേവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. മാഇസ് റളിയല്ലാഹു അൻഹു എന്ന അസ്ലം ഗോത്രക്കാരനായ സഹാബി, അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരിക്കെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതനഹ, അവിടുന്ന് മുഖം തിരിച്ചു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അതത്ര കാര്യഗൗരവമായിട്ട് എടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ ഭാഗത്തേക്ക് വന്നിട്ട് ആ സഹാബി വീണ്ടും പറഞ്ഞു, പ്രവാചകരെ, എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസേ, മിണ്ടാതിരിക്ക്, ഇസ്തഗ്ഫിരില്ലാഹ വതൂബി ഇലൈഹി, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്ക്, പശ്ചാത്തപിച്ച് മടങ്ങിക്കോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും പ്രവാചകൻ അതിനെ അവഗണിച്ചു. അതത്ര കാര്യമായിട്ടെടുത്തില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇസ്തിഗ്ഫാർ ചെയ്തോളാൻ പറഞ്ഞു എന്നൊക്കെ ആ രൂപത്തിലൊക്കെ പിന്തിരിയാൻ നോക്കി. പക്ഷേ 4 തവണ ആ സഹാബി വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബിക ജുനൂൻ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഇല്ല നബിയെ, എനിക്ക് ഭ്രാന്തില്ല. മായിസ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. സഹാബത്ത് വായ മണത്തു നോക്കിയില്ല, മദ്യപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തിന് ഒഴികഴിവുകൾ പറഞ്ഞു നോക്കുകയാണ്. ലഅല്ലക ഖബ്ബൽത ഔ ഗമസ്ത ഔ നദർത, നീ ഒരുപക്ഷേ ചുംബിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ശൃംഗരിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ഒന്ന് നോക്കിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി. അദ്ദേഹം വിടുന്നില്ല. പ്രവാചകരെ, എനിക്കങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് അദ്ദേഹം 3-4 തവണ സാക്ഷ്യം വഹിക്കുകയാണ്. സ്വയം തന്നെ അങ്ങ് കുറ്റസമ്മതം നടത്തുകയാണ്. അപ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഫഹൽ ഉഹ്സിൻത, നീ വിവാഹിതനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യത്തിന് അദ്ദേഹം അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഇനി ഒരു നിവൃത്തിയുമില്ലല്ലോ എന്ന നിലക്കാണ് സഹാബിമാരോട് ഇദ്ഹബൂ ബിഹി ഫർജുമുഹു, അദ്ദേഹത്തെ കൊണ്ടുപോകൂ, അദ്ദേഹത്തിന് ആ ശിക്ഷ നടപ്പിൽ വരുത്തൂ. കണ്ടോ? അങ്ങനെ ആ ഏറിൽ പങ്കെടുത്തിട്ടുള്ള സഹാബിയായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ ഏറ് ശിക്ഷ തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുത്ത കൂട്ടത്തിൽ ഒരാൾ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ എറിയാൻ തുടങ്ങി. കല്ലേറ് കൊണ്ട് അദ്ദേഹം വേദന കൊണ്ട് ഓടുമ്പോൾ പിന്നാലെ കൂടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ വധം അങ്ങ് പൂർത്തിയാകുന്നത് വരെ എറിഞ്ഞു. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ സമാനമായ ഇതിൽ തന്നെ എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ലേ ഞാനൊരു കാര്യം, ഇസ്ലാം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടന്ന് ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ഒന്ന് ശിക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മതമാണ്, മനുഷ്യരോട് ക്രൂരത കാണിക്കുന്ന മതമാണെന്ന് ഇന്നും പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ ഈ സഹാബി വന്നിട്ട് ഇസ്ലാമിൽ ഈ വ്യഭിചാരം തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് 4 സാക്ഷി വേണം. ആ 4 സാക്ഷി അദ്ദേഹത്തിനില്ല. അദ്ദേഹം തന്നെ വന്ന് സ്വന്തമായിട്ടങ്ങ് ഏറ്റുപറയുന്നു.
ഒരാൾ ഏറ്റുപറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. ഏറ്റുപറഞ്ഞു എന്ന് മാത്രല്ല, 3-4 തവണ അദ്ദേഹം അത് സാക്ഷ്യം വഹിക്കുകയാണ്. നബി തങ്ങൾ ഒഴിഞ്ഞു മാറാനാ നോക്കുന്നത്. കിട്ടി എനിക്കൊരു ഇരയെ ഉടനെ എറിഞ്ഞു കൊന്നേക്കൂ എന്നല്ല കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്, അദ്ദേഹത്തെ തിരുത്താൻ നോക്കുകയാണ്. അവസാനം അതാ കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹം സമ്മതിച്ചു. ഇനി ഒരു നിലക്കും ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നപ്പോൾ മാത്രമാണ് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നത്. ഇനിയും നോക്കൂ നിങ്ങൾ, അതാ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതാ ഗാമിദിയക്കാരിയായ ഒരു സ്ത്രീ കയറി വരുന്നു. അവരും കേസരി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലെ, അവിടെയും നമ്മൾ നോക്കണം. ഇവിടെയും ആയിസ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി വന്നപ്പോ, അല്ലെങ്കിൽ ആ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന സംഭവത്തിലെ പുരുഷന്മാര് വന്നപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചില്ല, എങ്കിൽ നീ അതിന് ഇരയാക്കിയ ഇരയുണ്ടാകുമല്ലോ, അവൾ എവിടെയാണ്, അവൾ ആരാണ് എന്ന് അള്ളാന്റെ റസൂൽ ചോദിച്ചില്ല. അതറിയേണ്ട കാര്യമില്ല. ഓരോരുത്തരെ കിട്ടിയാ മതി. ശിക്ഷിക്കാനിരിക്കുന്നവര് മതമായിരുന്നുവെങ്കിൽ അത് ചോദിക്കാമായിരുന്നില്ലേ? എവിടെയാ നിന്റെ ഇര എന്ന് ചോദിക്കില്ലേ? അവളെയും കൊണ്ടുവരൂ, എറിഞ്ഞുകൊല്ലൂ എന്നല്ലേ പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ അത് ചോദിച്ചില്ല. നോക്കണം, ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളില്ലേ പ്രിയമുള്ളവരെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ ഗാമിദിയക്കാരിയായ ഒരു സ്ത്രീ കയറി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ഗർഭിണിയുമാണ് നബിയെ, അതുകൊണ്ട് എന്നെ മടക്കി അയക്കല്ലേ. എന്നെ നിങ്ങൾ മുമ്പ് പലരെയും മടക്കാൻ ശ്രമിച്ചതുപോലെ എന്നെ മടക്കി അയക്കല്ലേ നബിയെ, എന്നിൽ ശിക്ഷ നടപ്പിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഒഴിഞ്ഞു മാറി. അവര് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ് നബിയെ, ഇതിലപ്പുറം ഇനി എന്താ തെളിവ് വേണ്ടത്? അതുകൊണ്ട് ഇനി എൻ്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കാര്യത്തിലും പറഞ്ഞതെന്താണ്? അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കൂ, പശ്ചാത്തപിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് മാനസാന്തരം വരട്ടെ, നിങ്ങളത് എന്തിനെ വിളിച്ചു പറയല്ലേ എന്നിങ്ങനെയുള്ള പലതും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അവസാനം അവര് ഒരു നിലക്കും അവര് വിടുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എങ്കിൽ നിങ്ങൾ ഗർഭിണിയാണ്, നിങ്ങൾ പ്രസവം കഴിഞ്ഞിട്ട് വരൂ. ആലോചിച്ചു നോക്കണം, പ്രസവം കഴിഞ്ഞിട്ട് ആ സ്ത്രീ വരികയാണ്, കുട്ടിനെയും കൊണ്ട് വരികയാണ്. ആലോചിച്ചു നോക്കണം, അവരുടെ മനസ്സിൽ മാറ്റമൊന്നും വരുന്നില്ല. കാലം അത്രയും പിന്നിട്ടപ്പോഴും ഒരു മാറ്റം വരുന്നില്ല. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവരതാ കൃത്യമായി തന്നെ അവർ വീണ്ടും വരികയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ കുട്ടിക്ക് മുല കൊടുക്കണം, മുലയൂട്ടൽ പ്രായം കഴിഞ്ഞിട്ട് വരൂ, അതല്ലാതെ അതിൻ്റെ മുമ്പ് ശിക്ഷ നടപ്പിലാക്കാൻ വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു വിടുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ടതാ ആ സഹോദരി കുട്ടിയെയും കൊണ്ട് വരുന്ന രൂപം എങ്ങനെയാ? കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണം കൊടുത്തത് വായിലിങ്ങനെ കുട്ടിയെ കൊണ്ട് കടിപ്പിച്ചിട്ടാ വരുന്നത്. ഇതാ എൻ്റെ മോൻ മുലയൂട്ടൽ പ്രായം അവസാനിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു നബിയേ, ഇനിയും എന്നെ ശിക്ഷിക്കാതെ വിടരുത്, എന്നെ ശുദ്ധീകരിക്കണം. ആ സഹോദരി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ശിക്ഷ നടപ്പിലാക്കുകയാണ്. നോക്കൂ, ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പാഠം പഠിക്കാനില്ലേ? അവിടെയും നിങ്ങൾ നോക്കൂ, അവിടെ എറിഞ്ഞുകൊല്ലൽ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി. അത് ഖുർആനിൽ ഉണ്ടല്ലോ, ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ സൂറത്തുന്നൂർ പാരായണം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ അതിൽ പറയാത്ത ശിക്ഷ നടപ്പിലാക്കിയത്? എങ്കിൽ ആ നിയമം എവിടെ നിന്ന് കിട്ടി? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റബ്ബ് വഹി അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഞാനൊന്നും ചെയ്യൂല. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ ഒരു ശിക്ഷല്ല, ഇതാരോ കടത്തിക്കൂട്ടിയതാണ് എന്ന് ആരും ഇനി പറയണ്ട. ഖുർആനിനെ പോലെ തന്നെ നമ്മൾ സ്വീകരിക്കൽ ബാധ്യസ്ഥമായ കാര്യമാണ് സഹീഹായ ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഹദീസുകൾ. അതും ഖുർആനിനെ പോലെ നമുക്ക് ഹുജ്ജത്താണ്, അഥവാ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഒന്ന് സ്വീകരിക്കും മറ്റേത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആ വ്യക്തിക്ക് സ്ഥാനമില്ല, അവൻ കാഫിറായി പോകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആളുകളെയാണ് പലരും പറ്റിക്കുന്നത്. ഖുർആനിൽ എവിടെയും ഏറെ ശിക്ഷല്ല, പിന്നെ ആരേത് കൊണ്ടുവന്നത്? ഇതൊക്കെ കടത്തിക്കൂട്ടിയതാണ്. അതുകൊണ്ട് ഹദീസുകൾ തന്നെ മൊത്തം കളവാണ്.
അതുകൊണ്ട് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുണ്ട്. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അവർ ഖുർആനെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതും അവർ അംഗീകരിക്കേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് ഖുർആനിന്റെ തന്നെ കൽപ്പനയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണം. ഇനി സഹോദരന്മാരെ, അപ്പൊ ഇതേപോലെ ഈ രണ്ട് സംഭവങ്ങൾ അങ്ങനെ